അത്യാവശ്യം വരുമ്പോൾ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ പണം കടം വാങ്ങാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല അല്ലേ? എന്നാൽ അല്പം സൂക്ഷിക്കണം. നിങ്ങളൊരു 20,000 രൂപയോ അതിന് മുകളിലോ ആണ് ഇങ്ങനെ നേരിട്ട് പണമായി ക്യാഷ് ആയിട്ട് ബൈ ഹാൻഡ് കടം വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ വലിയൊരു നിയമക്കുരുക്കിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എന്താണ് ഈ 20,000 രൂപയുടെ കെണിയെന്നറിയണ്ടേ? കടം കൊടുത്താലും വാങ്ങിയാലും എങ്ങനെയാണ് ഇത് പണിയാകുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ ലളിതമായി ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ് ഈ 20,000 രൂപയുടെ കെണി? വളരെ ലളിതമായി പറഞ്ഞാൽ, ആദായ നികുതി വകുപ്പിന്റെ നിയമപ്രകാരം, നിയമം പറഞ്ഞാൽ സെക്ഷൻ 269 SS പ്രകാരം ഒരാളിൽ നിന്ന് 20,000 രൂപയോ അതിൽ കൂടുതലോ തുക നോട്ടുകളായി അഥവാ ക്യാഷായി കടമായോ നിക്ഷേപമായോ വാങ്ങാൻ പാടില്ല. ഉദാഹരണം പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു 50,000 രൂപ നേരിട്ട് ക്യാഷായി വാങ്ങിയാൽ വാസ്തവത്തിൽ അത് നിയമവിരുദ്ധമാണ്. തിരികെ കൊടുക്കുമ്പോഴും ഈ നിയമം ബാധകമാണോ എന്നാണ് ചോദ്യം. അതെ, അവിടെയുമുണ്ട് കുരുക്ക്. ആദായ നികുതി വകുപ്പിന്റെ മറ്റൊരു നിയമപ്രകാരം, അതിന്റെ സെക്ഷൻ 269T ആണ്. നിങ്ങൾ വാങ്ങിയ കടം 20,000 രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ അത് തിരികെ നൽകുന്നതും ക്യാഷ് ആയിട്ട് ആയിരിക്കരുത്. അതായത് വാങ്ങുമ്പോഴും തിരികെ കൊടുക്കുമ്പോഴും നോട്ടുകൾ ഉപയോഗിച്ചുള്ള ഇടപാട് 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കണം. ഇനി ഇതിന് വല്ല പിഴയുമുണ്ടോ? പിഴ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അറിയാതെയാണെങ്കിൽ പോലും ഈ നിയമം തെറ്റിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്നോ? ഇവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ നിയമം തെറ്റിച്ച് എത്ര രൂപയാണോ ക്യാഷായി വാങ്ങിയത് അല്ലെങ്കിൽ കൊടുത്തത്, ആ തുക മുഴുവനായും, അതായത് ആ തുകയുടെ 100% സർക്കാരിലേക്ക് പെനാൽറ്റി, പിഴയായി അടയ്ക്കേണ്ടി വരും. അതായത് നിങ്ങൾ 50,000 രൂപ ക്യാഷായി വാങ്ങിയെന്ന് വിചാരിക്കുക, 50,000 രൂപ തന്നെ ഫൈനായി സർക്കാരിലേക്ക് അടയ്ക്കണം. അപ്പോൾ 1,00,000 രൂപ വാങ്ങിയാലോ, ആ 1,00,000 രൂപ തന്നെ പിഴയായി നൽകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ്, ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇതുവരെ കേട്ടുകേഴ്വിയില്ലാത്ത വാർത്തകളാണല്ലോ തമ്പുരാനെ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ശരിയല്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ സുരക്ഷിതമായിട്ട് പണം കൈമാറേണ്ടത്? ഇത് കേട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബാങ്ക് വഴിയുള്ള ഇടപാടുകൾക്ക് യാതൊരു വിലക്കും ഇല്ല. 20,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ നിങ്ങൾക്ക് ചെക്ക് വഴി, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ബാങ്ക് ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ പോലെയുള്ള UPI സംവിധാനങ്ങൾ വഴി വളരെ സുരക്ഷിതമായി ഇപ്പോഴും ചെയ്യാം. ഉള്ളത് പറഞ്ഞാൽ, കള്ളപ്പണം തടയുക എന്നതാണ് ഇത്തരം ഓൺലൈൻ ഇടപാടുകളിലൂടെ പണമിടപാടുകൾ നിർബന്ധമാക്കുന്നതിലൂടെ സർക്കാർ ലക്ഷ്യമാക്കുന്നത്. ഇനി ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ഇളവുകളുണ്ടോ എന്ന് നോക്കാം. അത് പറയാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇതിന് ചില ഇളവുകളൊക്കെ ഉണ്ട്. ബാങ്കുകൾ, പോസ്റ്റ് ഓഫീസുകൾ എന്നിവയിൽ നിന്നുള്ള ലോണുകൾക്കും ഇടപാടുകൾക്കും ഈ നിയമം ബാധകം അല്ല. കൃഷിയിൽ നിന്ന് മാത്രം വരുമാനമുള്ള ഒരാൾ മറ്റൊരു കർഷകനിൽ നിന്ന് പണം വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ ഈ നിയമപ്രകാരം നിയന്ത്രണമില്ല. ചുരുക്കത്തിൽ, ഇനി സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പണം കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും തുക 20,000 രൂപയോ അതിന് മുകളിലോ ആണെങ്കിൽ നിർബന്ധമായും ഗൂഗിൾ പേ വഴിയോ ബാങ്ക് വഴിയോ മാത്രം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരുപക്ഷെ വലിയ വില നൽകേണ്ടി വന്നേക്കാം. അപ്പോൾ ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക.